അധിക പെണ്ണുങ്ങളും മിക്ക പെണ്ണുങ്ങളും പറയാൻ മടിക്കണ ഒരു കാര്യങ്ങളാട്ടോ. എല്ലാവരും എന്നല്ല പറയണത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളില്ല ആൾക്കാർ പുറത്ത് പറയാൻ മടിക്കണ ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു റീൽസിലൂടെ ഇവർ കറക്റ്റ് പറഞ്ഞ് കാണിച്ചു തരുന്നത്. പുറം ലോകത്തേക്ക് പറയാൻ മടി, അല്ലെങ്കിൽ സ്വന്തം അമ്മാനോട് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിനോട് ആരുടെങ്കിലും പറയാൻ മടിയുള്ള സംഭവങ്ങളാണ് ഈ ഒരു റീൽസിൽ കറക്റ്റ് കാണിച്ചു തരും കേട്ടോ. ആണിനെ എന്താ പെണ്ണ് എന്ന് കരുതിയാൽ ഒരു മെഷീന്, അവരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോസാണ് ഇന്നത്തെ ഒരു വീഡിയോസ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു വീഡിയോ ആയി തോന്നിയ റീൽസാണ്. എന്നാലും കുറ്റം എനിക്ക് പൊങ്കാലിട്ട് വരണ്ട, ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ റിയാക്ഷൻ ചാനലായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളാണ്, വീഡിയോസുകളാണ്, അതായത് കോമഡി നല്ല കാര്യങ്ങളാണ് ഞാൻ, അല്ലാതെ വേറെ ആൾക്കാരുടെ വീഡിയോസ് അല്ല ഞാൻ അധികം റിയാക്ഷൻ ചെയ്യൽ, ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോസ് കണ്ടപ്പോൾ ഇത് നിങ്ങളും കൂടി ഷെയർ ചെയ്യണമെന്ന് കരുതി. അപ്പോൾ കണ്ടു നോക്കി. കാരണം ഇങ്ങനത്തെ സന്ദേശം ഇതുവരെ ഞാനൊരു വീഡിയോസായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യുക. കണ്ടു നോക്കി, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അശ്വതി പ്രശാന്ത് അല്ലേ? അതെ, ചെല്ലാൻ പറഞ്ഞു. വാ മോളെ, വാ വിളിക്കുന്നു, വാ. പേരെന്താ? അശ്വതി. വയസ്സെത്രയായി? 24. അശ്വതി എന്താ സംസാരിക്കാത്ത? അമ്മ സംസാരിക്കായിരിക്കും. അശ്വതി പറയട്ടെ. അശ്വതി, എന്താ പ്രശ്നം? പറയൂ. എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ വക്കീലല്ല, ഡോക്ടറാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി ഡോക്ടർ. നല്ലൊരു പയ്യനാ, എല്ലാവരോടും നല്ല സഹകരണമാണ്. അവനും എന്റെ വീട്ടുകാർ ഇവിടെ പൊന്നുപോലെ നോക്കുന്നത്. പിന്നെന്താണ് ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞേ? എനിക്കും അതാ മനസ്സിലാവാത്തത്. ഇവിടെ 2 ദിവസം മുമ്പാ വീട്ടിൽ വന്നത്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. അവർക്ക് ഡൈവേഴ്സ് വേണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലാണ്. ഒന്നും കഴിക്കത്തുമില്ല, കുടിക്കത്തുമില്ല, ഉറക്കവുമില്ല. എപ്പോ നോക്കിയാലും ആലോചനയിലാണ്. അപ്പോഴാ എന്റെ മൂത്ത മോള് പറഞ്ഞത് ഇവളെ കൊണ്ടുവന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. അമ്മ കുറച്ചെടുത്തേക്കൊന്ന് പുറത്തേക്ക് നിൽക്കാമോ? ഞാൻ അശ്വതിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓ ഡീ, എന്താന്ന് വെച്ചാ ഡോക്ടറോട് തുറന്നു പറ. പുറത്താരെങ്കിലും അറിഞ്ഞാലേ നാണക്കേടാ. ഡോക്ടറെ, ഇവക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ. അശ്വതി, അശ്വതി, കരച്ചിൽ നിർത്തിക്കേ, കണ്ണുടക്കി. റിലാക്സ് ചെയ്തിട്ട് സാവധാനം പറയും. എന്താ പ്രശ്നം? എനിക്ക് വീട്ടിലേക്ക് പോകണ്ട ഡോക്ടർ, എനിക്ക് പേടിയാ. എനിക്ക് അങ്ങോട്ട് പോകണ്ട. റിലാക്സ് ചെയ്യ അശ്വതി, റിലാക്സ്. സാവധാനം പറഞ്ഞാൽ മതി. എനിക്ക് പ്രശ്നമാണ് അറിയേണ്ടത്. പ്രശ്നം പറയും. എനിക്ക് ആരോട് പറയാൻ പറ്റുന്നില്ല. അമ്മേനോട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. എനിക്ക് അങ്ങോട്ട് പോകണ്ട. പോണ്ട പോണ്ട പോണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാം. പോരെ, താൻ കാര്യം പറയാം. ആദ്യം എനിക്ക് പ്രശ്നം അറിയണം. താൻ പറയും. അശ്വതി പറഞ്ഞോ. യു ക്യാൻ ട്രസ്റ്റ് മീ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഈ മാസം വരെ ഇത്രയും നാളും ഞാൻ അനുഭവിച്ചൊന്നും എനിക്ക് ആരോട് പറയാൻ പറ്റുന്നില്ല. എന്താടോ അമ്മായിമ്മ പോരോ ശ്രീധന പീഡനോ അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ തന്നെ ഉപദ്രവിച്ച എല്ലാവരും അഴിയണം. എന്ത് കാര്യത്തിലും എന്റെ ഫുൾ സപ്പോർട്ട് തനിക്കുണ്ടാവും കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. അതൊന്നുമല്ല. പിന്നെ എന്താണെങ്കിലും താൻ പറയേ. അങ്ങനെ അശ്വതി, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്നെ വിശ്വസിക്കാം. പറയും. എന്റെ പ്രശ്നം പ്രശാന്തായിട്ടുണ്ട്. അയാളെന്താ ഉപദ്രവിക്കോ? എനിക്ക് പിന്നെ വീട്ടിൽ പറഞ്ഞൊരു പോലീസ് കേസ് കൊടുത്തൂടെ? എനിക്ക് ആരോടും പറയാൻ പറ്റില്ല ഡോക്ടർ. ആടിയും ചവിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞാണ്. ഇത് അയാളല്ല. പറയാ അശ്വതി. സെക്ഷലി. അശ്വതി, റിലാക്സ്. കരയണ്ട. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലേ? സമാധാനമായിട്ട് പറയും. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്കിതിനെ പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പൊ ഈ ചെറുപ്പത്തിലെ മുതല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ എന്റെ വിചാരം. അതുകൊണ്ട് തന്നെ അയാള് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോ ഉപദ്രവിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇതെന്നാ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അയാളൊരു വൃത്തി
അവരുടെ വീഡിയോസ് ഒക്കെ കാണിച്ചു തന്നിട്ട് അതുപോലെയൊക്കെ ചെയ്യാനൊക്കെ നിർബന്ധിക്കും എന്നെ. പറ്റില്ല എന്ന് പറയുമ്പോ കുറെ ഉപദ്രവിക്കും. അവർക്കൊക്കെ അറിയാൻ പോലെ സ്വാതന്ത്ര്യം ഇല്ല ഡോക്ടർ അവിടെ. അവർക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വായ പൊത്തി കൈയൊക്കെ കെട്ടിയിട്ട് ടൈമില് പോലെയാണ്. ആഹാ, ഇന്ന് നേരത്തെ ആണല്ലോ പണിയൊക്കെ കഴിഞ്ഞു. ധൃതിയായോ? വാ. പ്രശാന്തേട്ടാ, എനിക്കിന് പീരീഡ്സ് ആണ്. ഒട്ടും വയ്യ. നല്ല വയറുവേദന നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിടന്നോട്ടെ. അതെന്ത് ചോദ്യം മോളെ? പിന്നെ ഞാനെന്തിനാ ഇവിടെ കുടിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്? നീ വാ. പീരീഡ്സ് ആണ്. എടി അതിന് കുഴപ്പമില്ലെന്ന്. നീ ഇങ്ങ് വാ പെണ്ണ. എനിക്ക് ഒട്ടും വയ്യ, എനിക്കൊന്ന് കിടക്കണമെന്ന്. എന്റെ അടുത്ത് കിടന്നിങ്ങനെ ചാടണ തല്ലാനും കൊല്ലാനും ഒന്നുമല്ലല്ല, സ്നേഹിക്കാനല്ലേ. കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുടെ കടന്ന് ഭർത്താവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്നല്ല. അതല്ല നിനക്ക് അല്ലേ? അതറിയില്ല നിനക്ക്? വേണ്ടേ എല്ലാരും കല്യാണം കഴിക്കാനാണ്, ഇതിനു വേണ്ടിട്ടാ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഈ താല്പര്യമില്ലായ്മ പറയടി. എടി, നിന്റെ സമ്മതം എന്തിനാടി? എടി, കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരേ മനസ്സും ഒരേ ശരീരവും ഉള്ളവരാണ്. അതായത് നിന്റെ ശരീരം എന്ന് പറയണം, അത് നിന്റെതല്ല, എന്റേതാണ്. എനിക്കിഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യും. പ്ലീസ് ഒന്ന് പറയുന്നെങ്കിൽ കണ്ണു തുടങ്ങി. സത്യം പറഞ്ഞത് എന്റെ തെറ്റാണോ അത് അയാളുടെ തെറ്റാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. പുറമേക്ക് അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമോ. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും, വാങ്ങി തരും. പക്ഷെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞ പ്രശാന്തന്റെ വേറൊരു മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയും. ശരി, സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കലോ വേദനിപ്പിക്കലോ ഒന്നുമല്ല. ഭാര്യയും ഭർത്താവും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പരസ്പര ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. സോ അത് തന്റെ തെറ്റായിട്ട് താൻ കാണണ്ട. ഭർത്താവായാലും ശരി, കൺസെന്റ് ഇല്ലാതെ ഭാര്യയുടെ ദേഹത്ത് തൊടുന്നത് തെറ്റ് തന്നെയാണ്. അറിവില്ലായ്മ കൊണ്ട് പലരും അതൊക്കെ മൂടി വെച്ചേക്കാം. തനിക്ക് വീട്ടിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യായിരുന്നു എങ്കിൽ ഇത്രയും മാരിറ്റൽ റേപ്പ് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അമ്മേനോടും ചേച്ചിനോടൊക്കെ എനിക്കിതൊക്കെ പറയാൻ മടിയായിരുന്നു ഡോക്ടർ. അവരോടൊന്നും പറഞ്ഞാൽ അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. എനിക്കിതൊന്നും പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ള വീടല്ല എന്റേത്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അമ്മേനോട് ചെറുതായിട്ട് ഇതിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ അത് ഓ, നീ എന്തോ നടി ഇങ്ങനെ ആടി തൂങ്ങിയിരിക്കുന്നത്? ഒന്ന് ഉഷാറായിട്ടിരിക്കും.
എനിക്ക് ക്ഷീണോ അമ്മ, ഭയങ്കര തളർച്ചയൊക്കെ വയ്യ. എന്തോന്ന് ക്ഷീണം? നീ ഇങ്ങനെ ക്ഷീണമാണെന്ന് തളർച്ചയാന്നൊക്കെ അവനോട് അവന്റെ വീട്ടുകാരോടൊന്നും പറയല്ലേ. അവര് പറയും നിനക്ക് ആരോഗ്യമൊന്നും ഇല്ലെന്ന്. നാളെ ആട്ടെ അമ്മ വെച്ച് ശവനപ്രാശം വാങ്ങിച്ചു തരാം, അത് കഴിക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറും. അമ്മേ, എന്താടി? അതെന്താന്ന് വെച്ചാലേ അവിടെ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. നീ കാര്യം പറവണേ. പ്രശാന്തേട്ടൻ എന്നെ ഉപദ്രവിക്കും അമ്മ. അത് ഉപദ്രവമൊന്നുമല്ല, അതൊക്കെ അങ്ങനൊക്കെ. അമ്മേ, എന്തൊന്ന് എന്ന് വെച്ചാൽ പ്രശാന്തേട്ടനെ അമ്മ, കാര്യം പറയടി. ഞാൻ കംഫർട്ടാണെന്നൊന്നും ചോദിക്കുന്നില്ല. പതുക്കെ പറയടി, അച്ഛനപ്പുറത്തുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയാം. ആദ്യം നീ നേരാൻ വേണം ആഹാരം കഴിക്കാൻ നോക്കും, എന്നിട്ട് ആരോഗ്യം വെക്കും. എപ്പോഴും വയ്യ വയ്യാന്ന് പറഞ്ഞാലേ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് വെറുപ്പ് തോന്നും. പിന്നെ അമ്മ വേറെ പെണ്ണുങ്ങളെ അന്വേഷിച്ചു പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മക്ക് ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കിയാല് പുള്ളി ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാല് മതി, നിർത്ത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളെ അത് റൂമിൽ തീർത്തോണം, അത് പുറത്ത് ആരോടും പറയണ്ട. ഇരിക്കുന്നു. നീ ഇവിടെ ഇരി, ഞാൻ വല്ല കഴിക്കാൻ എടുത്തു തരാം. മനസ്സിലാക്കണേ, ആരോടൊന്ന് പറയാ. എന്തിനെ കുറിച്ചാ പറയുന്നതെന്നോ, ഞാൻ അനുഭവിക്കുന്ന എന്താണെന്നൊന്നും പോലും അറിയാത്ത അമ്മേനോട് ഞാൻ എന്ത് പറയാനോ? അമ്മേനോട് എന്ത് പറഞ്ഞാലും അമ്മയ്ക്കൊക്കെ നാണക്കേട. അന്ന് വന്നേക്കിപ്പോ ആരോടൊന്നും പറയാനുള്ള ധൈര്യമില്ല ഡോക്ടർ. മിണ്ടാതെ എല്ലാം സഹിക്കാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നും എനിക്കില്ല ഇപ്പൊ. സത്യം പറഞ്ഞ എനിക്ക് മരിച്ചാ മതി എന്നാ ഇപ്പോ. അടുത്തു എനിക്ക് ജീവിതം. ഡോക്ടർക്കൊരു കാര്യം കാണണം. അത് കടിച്ചതാ. ഇതേപോലെ ഇവിടെ ഒക്കെ നീലിച്ച പാടുകൾ എന്റെ ശരീരം മുഴുവൻ. ആരും കാണാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഒന്ന് വേദനിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറക്കെ കരയോ പോലെയാണ് സംഭവിക്കുന്നത്. അപ്പൊ വായുപൊത്തും കൈ കെട്ടിയിടും. പറയുന്നത് ഇതൊക്കെ വിവാഹ ജീവിതത്തിന്റെ ഭാഗമാണെന്നാ. അശ്വതിപ്പം കരച്ചിലും നിർത്തും. ഇത്രയും നാള് ആരോടും ഒന്നും പറയാൻ പറ്റാതെ ആരും കാണാതെ ഒത്തിരി കരഞ്ഞു തീർത്തില്ലേ താൻ? ഇനി കരയരുത്. ഓക്കെ, റിലാക്സ് ചെയ്യും. അശ്വതി, താൻ പറഞ്ഞത് വെച്ച് താനിപ്പോൾ അനുഭവിക്കുന്നത് ബ്രൂട്ടൽ മാരിറ്റൽ റേപ്പാണ്. നമുക്ക് ഈസി ആയിട്ട് അയാൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. എനിക്ക് കേസിനോ വഴക്കിനൊന്നും പോണമെന്നില്ല ഡോക്ടർ. എനിക്ക് വളരെ സമാധാനമായിട്ടൊന്ന് ഒരു രാത്രികളൊന്നും ഉറങ്ങാൻ പറ്റിയാൽ മതി. പക്ഷെ പ്രശാന്തേട്ടനും അതൊഴിച്ച എന്നോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹമുള്ള ആള് പാർട്ണറിന്റെ വേദനയിൽ സന്തോഷം കണ്ടെത്തോ? സോ അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട. പ്രശാന്തിന് ചിലപ്പോൾ മാനസിക വൈകല്യോ രോഗാവസ്ഥയോ ഒക്കെ ആവാം. അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ പ്രശ്നമാവാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇതൊന്നും അനുഭവിക്കേണ്ട കാര്യം അശ്വതിക്കില്ല. അതല്ല, എങ്ങനെ സഹിക്കാൻ പറ്റും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരാളെ? എനിക്ക് ചത്തുകളയാൻ തോന്നുന്നു ഡോക്ടർ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 24 ഉള്ളൂ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എത്ര കൊല്ലം ഉണ്ട് ജീവിക്കാൻ? അതുകൊണ്ട് മരണത്തെ പറ്റിയൊന്നും ചിന്തിക്കേണ്ടടോ. ഇയാൾ ധൈര്യമായിട്ടിരിക്കെ. നമ്മുടെ ലൈഫിൽ ഒരു യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ കാലൊരു മുള്ളു കൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നിസ്സാരമായ മുള്ളാണെങ്കിൽ നമ്മൾ എടുത്തു കളയും അല്ലേ? ആഴത്തിലുണ്ടെങ്കിലോ ഓപ്പറേറ്റ് ചെയ്ത് കളയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തികളെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ഒരു തവണ നമ്മുടെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെ കുത്തി വ്രണമാക്കാൻ ഒരിക്കലും അയാൾ അനുവദിക്കരുത്. ഒരു ദാക്ഷിണ്യമില്ലാതെ കീറി മുറിച്ചെടുത്ത് കളയണം. ആ ഒരു ധൈര്യം ആശ്വതിക്ക് വരണം ഇപ്പൊ.
എൻ്റെ വീട്ടുകാരോടൊക്കെ ഞാൻ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ ഡോക്ടർ? ഇത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് എനിക്ക് മാനസിക രോഗമെന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പഴയ കാലമൊന്നും അല്ല ശ്രുതി. പണ്ട് അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 3-4 കുട്ടികളായാൽ മാത്രമേ നമ്മൾ ഭർത്താവിന്റെ മുഖം ശരിക്കും കാണുള്ളൂ. ഇതൊക്കെ കുലസ്ത്രീകളുടെ ലക്ഷണമായിട്ട് അന്നൊക്കെ പറഞ്ഞിരുന്നത്. കാലമൊക്കെ ഒരുപാട് മാറിയില്ലേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ പ്രശ്നം ധാരാളം ഉണ്ട്. അശ്വതിക്ക് പോലും മനസ്സിലായില്ലല്ലോ മാരിറ്റൽ റേപ്പാണെന്ന്. സത്യ ഡോക്ടർ, എൻ്റെ സ്കൂളിലും കോളേജിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാറാ പതിവ്. കാരണം എൻ്റെ വിചാരം നല്ല കുട്ടികൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞത്. ഈ സെക്സ് എന്ന് പറയുന്നതേ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ആരും അറിയാതെ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ അബദ്ധധാരണകളാണ് ഇതൊക്കെ. പിന്നെ സ്ത്രീകൾ സെക്സിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ മോശമായിട്ട് കാണുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് കൂടുതൽ പറയാൻ, അല്ലെങ്കിൽ തന്നെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സെക്സ് എന്നാണ് എല്ലാവരും കരുതുന്നത്. സ്ത്രീയുടെയും പുരുഷന്റെയും ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിൽ സംഭവിക്കുന്നതാണ് സെക്സ് ഇന്റർകോഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഡോക്ടർ. ഈ കുഞ്ഞുനാള് തൊട്ടേ ആണുങ്ങളോട് മിണ്ടരുത് എന്നൊക്കെയാ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നല്ല കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല അത്ര. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല. നല്ല കുട്ടിയാവാനുള്ള ശ്രമത്തിലായിരുന്നു. സെക്സിനോടുള്ള അജ്ഞതയൊന്നും അല്ല നല്ല ക്വാളിറ്റി. മനുഷ്യരോടും സഹജീവികളോടും ഒക്കെ കരുണയും ദയയും ഒക്കെ കാണിക്കണം. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാതിരിക്കാനൊക്കെ കഴിയുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി. താൻ പേടിക്കേണ്ടടോ. തൻ്റെ ഈ അവസ്ഥയും താൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. താൻ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ നിയമം അനുസരിച്ച് ഇങ്ങനൊരു കേസ് എൻ്റെ മുമ്പിൽ വന്ന പോലീസിനെ അറിയിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. എനിക്കിതൊന്ന് രക്ഷപ്പെടണം ഡോക്ടർ. എനിക്കിനി പഠിക്കണം, ജോലി മേടിക്കണം, എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കണം. എനിക്കിങ്ങനെ ഇനി ആരുടെ ലൈംഗിക അടിമയായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. ഗുഡ് ഡിസിഷൻ. ഇതാണ് മിടുക്കി കുട്ടികൾ. ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാവും. അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ കരുത്ത്. എപ്പോഴും ഒരു നല്ല ഫ്രണ്ടായിട്ടോ ഒരു ചേച്ചിയായിട്ടോ ഒക്കെ ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും.